ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബികയെ അങ്ങനെ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്ത് പ്രതാപൻ ഊട്ടിക്കൊടുക്കുന്നു, പ്രതാപൻ പെങ്ങക്കൂട്ടിക്കൊടുക്കുന്നു. അതിനുശേഷം അംബിക പുന്നാര മോനും മരുമകൾക്കും കൊടുക്കുന്നു. ഇതൊക്കെ മറ്റുള്ളവരൊക്കെ കണ്ടു നിൽക്കുവാണ്. എല്ലാവരുടെയും മുഖത്ത് നല്ല ദേഷ്യമുണ്ട്. അതൊക്കെ കണ്ടിട്ടാകാം CM പറയാം, എന്നാൽ ഞാനിനി ഇറങ്ങട്ടെ. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, വലിയ സന്തോഷം സാർ, ഈ തിരക്കിനിടയിൽ ഇവിടെ വന്നതിലും ഞങ്ങളെ അനുഗ്രഹിച്ചതിലും ഒരുപാട് സന്തോഷം. അതിന് ഞാനിവിടുത്തെ ഗസ്റ്റൊന്നും അല്ലല്ലോ സാർ എന്ന് പറഞ്ഞിട്ട് CM അങ്ങ് പോയി. അംബിക കേക്ക് കട്ട് ചെയ്ത് പ്രതാപനും മോനും മരുമകൾക്കും കൊടുത്തതല്ല വേറെ ആർക്കും കൊടുക്കുന്നില്ല. പ്രിയയ്ക്കാണെങ്കിൽ ദേഷ്യം കൊണ്ട് വയ്യ. വേണുവേട്ടനും രാധമ്മയ്ക്കൊക്കെ ഒരു വല്ലാത്ത ചമ്മൽ. ഭയങ്കര സങ്കടത്തോടെ തന്നെ ഋതികയും യാമിനി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഹോളിലെ ആ വലിയ TV-യിൽ അംബികയുടെ പല പോസിലുള്ള ഫോട്ടോസുകൾ ഇങ്ങനെ വിടുന്നുണ്ട്. പ്രിയയാണെങ്കിൽ ദേഷ്യത്തോടെ വേണുവേട്ടനെ വിളിച്ച് ദൂരോട്ട് മാറ്റിയിട്ട് അച്ഛനിങ്ങോട്ടൊന്ന് വന്ന്, എന്താ മോളെ, സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ വൃത്തികെട്ട ഫംഗ്ഷന് വരരുതായിരുന്നു. അച്ഛ, അല്പസമയത്തിന് മുമ്പ് ഇവിടെ ഒരു കാര്യമുണ്ടായിരുന്നു. എന്താ മോളെ, നീ കാര്യം പറ. അപ്പോൾ പ്രിയ വേണുവേട്ടനോട് പറയുന്നുണ്ട്, അവർ കൊണ്ടുവന്ന സ്വീറ്റ്സ് എല്ലാം ആ അംബികയും മരുമകളും ചേർന്ന് ആ വേസ്റ്റ് കുപ്പയിലോട്ട് വലിച്ചെറിഞ്ഞത്. പ്രിയ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ വേണുവേട്ടന് സങ്കടമാകുന്നുണ്ട്. ഇവളെ എന്താച്ചാ നമ്മൾ ചെയ്യേണ്ടത്? ഇവരൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ വരുന്ന നമ്മളല്ലേ വിഡ്ഢികൾ? ഇവിടെ എന്ത് കൊടുങ്കാറ്റുണ്ടായാലും ഞാൻ അവളുടെ കർണം അടിച്ചൊന്ന് കൊടുത്താനേ. പക്ഷെ എന്ത് ചെയ്യാനാ, അമ്മ സമ്മതിച്ചില്ല. അത് വേണ്ട മോളെ, അമ്മ പറഞ്ഞതാ ശരി, നമ്മൾ ഒറ്റപ്പെടും. അല്ലെങ്കിൽ ഈ അംബിക ആരാണെന്നും അവൾ എന്തൊക്കെ ചെയ്യുമെന്നും ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. ഈ ക്ഷമയെന്ന് പറയുന്നത് വിവേകമുള്ളവരുടെ ശീലമാണ്. നമുക്കിതൊക്കെ അങ്ങ് ക്ഷമിച്ചേക്കാം. അതുകൊണ്ട് ഇനി നമ്മൾ ചെറുതായി പോകുന്നെങ്കിൽ അങ്ങ് പൊക്കോട്ടെ. ഇതൊക്കെ അല്ലെങ്കിലും നമുക്ക് നല്ല ശീലമുള്ളതല്ലേ. വേണ്ട, അപ്പോൾ രാധമ്മ അങ്ങോട്ട് വന്നിട്ട് പറയാം, ആഹാ, അപ്പോൾ വള്ളി പുള്ളി തെറ്റാതെ എല്ലാ അച്ഛനോട് വന്നങ്ങ് വിളമ്പി അല്ലേ. അമ്മ എന്തായി പറയുന്നേ? ഇവർ കാണിക്കുന്ന മര്യാദകളൊക്കെ ഞാൻ എന്താ അച്ഛനോട് പറയാതിരിക്കണോ? എൻ്റെ മോളെ, നിനക്ക് നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ. കലികളയ്യ പിന്നെ കാട്ടാളനെ പോലെ എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ രാധമ്മേ, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. പ്രായമായി വരുംതോറും സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ ഞാൻ നാണ്ട പഠിക്കുക. എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നിന്ന് അങ്ങ് പോയാൽ മതി. നിങ്ങൾ വാ. സമയം ദീപക് അംബികയെ വിളിച്ചിട്ട് പറയാം, അമ്മേ, ഇവരൊക്കെ ഒറ്റ യൂണിയനാ. അതേടാ മോനെ, ഋതികയും രാജു ആൻഡ് ഫാമിലി. അമ്മ ആ പത്മാവതിയെ വെച്ച് എന്തോ ഗെയിം പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞിട്ട്, എടാ എന്ത് ചെയ്യാനാ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞില്ലേടാ. ഇതിപ്പോൾ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത എൻ്റെ പിറന്നാളാഘോഷമായി പോയില്ലേ. ഇന്നെന്തായാലും ഒരു നല്ല ദിവസമാണ്. ഈ ദിവസം ഞാൻ എങ്ങനെയാ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതെന്നാണ് ചിന്തിക്കുന്നത്. അംബികയുടെ മരുമകൾ മനസ്സിൽ പറയുന്നുണ്ട്, വേണ്ട, നിങ്ങൾ ഉണ്ടാക്കണ്ട, കുത്തിത്തിരിപ്പ് ഞാൻ ഉണ്ടാക്കി കലക്കി കുളവാക്കി തരാം. നന്ദനെ അങ്ങനെ ബെഡ്റൂമിൽ വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, അവനിങ്ങോട്ടങ്ങനെ കയറി വരുമോ? ഉച്ചയ്ക്ക് അവൻ്റെ അമ്മയെ വെട്ടിച്ച് വോഡ്ക വലിച്ചു കയറ്റാൻ ഇങ്ങോട്ടൊക്കെ വരാറുണ്ടല്ലോ. അവനിന്നിങ്ങോട്ടങ്ങനെ വരുമോ എന്തോ. എന്തായാലും അവൻ വരുമ്പോൾ അവൻ്റെ ഹൃദയം പൊട്ടുന്ന ആ രംഗം കാഴ്ചവെക്കണം. ഫ്രണ്ടിന് കസ്തൂരി എന്ന് പേരിടാം. അങ്ങനെ ഫോണും പിടിച്ചോണ്ട് അവൾ നിൽക്കുമ്പോൾ ദീപക് അങ്ങോട്ട് വരുന്നത് അവൾ കാണുന്നുണ്ട്. പെട്ടെന്ന് കാണാത്ത പോലെ, അല്ലടി കസ്തൂരി, ഇത് ഇന്നലെ തുടങ്ങിയ പ്രേമം അല്ലടി. ഞാനും രാജുവും തമ്മിലുള്ള പ്രേമം തുടങ്ങിയിട്ട് കുറഞ്ഞതൊരു 10 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട്. ദീപക് അവിടെ മാറി നിന്ന് കേൾക്കുവാണിതെല്ലാം. ഇടി, ഞാനും രാജുവും സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ തുടങ്ങിയ പ്രേമമാണ്. അവൻ എന്നെയും എനിക്ക് അവനെയും മറക്കാനേ പറ്റില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപാടി എൻ്റെ രാജുവിനെ ഇവിടുത്തെ ഋതിക വലയിൽ വീഴ്ത്തിയതാ. അവനെന്നെ കല്യാണം കഴിക്കാൻ ഓടി വന്നതാ. പക്ഷെ അന്നത് നടന്നില്ല. ഒട്ടക്കണ്ണിട്ട് നന്ദന നോക്കുന്നുണ്ട് ദീപക് അവിടെ നിൽക്കുന്നുണ്ടോ എന്ന്. എന്നിട്ട് അവൾ വീണ്ടും പറയാ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആ കല്യാണത്തിന് 100 വട്ടം സമ്മതമായിരുന്നു. പക്ഷെ നടന്നില്ല. ആ നിരാശ കൊണ്ടാണ് ഞാൻ അമേരിക്കയിലോട്ട് പോയത്. എന്നെ രാജു വിളിച്ചിട്ടാണ് ഞാനിപ്പോൾ തിരിച്ചു വന്നത്. ഞാൻ രാജുവിൻ്റെ പെണ്ണാ. എൻ്റെ ശരീരത്തിൽ രാജുവല്ലാതെ മറ്റാരും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനും എൻ്റെ രാജുവും ഒന്നാവും. ദീപക്കുണ്ടല്ലോ, അവൻ നിരന്തര ശല്യവാ. ഒരു വിധത്തിലാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത്. അവനാണെങ്കിൽ ഇപ്പോൾ ടോക്കിയോയിലോ എങ്ങാണ്ട് ഹണിമൂൺ പോകണമെന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച് നടക്കുക. പക്ഷേങ്കിലേ ആ ഹണിമൂൺ പുഷ്പം പോലെ രാജു ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ദീപക് ഒരു കൊള്ളരുതാത്തവനാണെങ്കിലും എനിക്കിപ്പോൾ അവനെ ഇഷ്ടമായി തോന്നുന്നുണ്ടടി കസ്തൂരി. എന്നാലും ഞാൻ എൻ്റെ രാജുവിനെ എങ്ങനെ മറക്കുവടി? ഇനിയും ഇതിൽ കൂടുതൽ ക്ഷമിക്കാൻ ദീപക്കിന് കഴിയില്ല. ദീപക് അങ്ങോട്ട് വന്നിട്ട്, എടി, നീ എന്നെ ചതിക്കുമായിരുന്നില്ലേടി എന്നും പറഞ്ഞ് അടിക്കാനായിട്ട് കൈയോങ്ങുമ്പോൾ നന്ദനയുടെ തനി നിറം പുറത്തെടുത്ത്, തൊട്ടുപോകരുത് നീ എന്നെ. പറയടി, ഞാൻ കുറേ നാളുകൊണ്ട് ശ്രദ്ധിക്കുന്നു, പറയടി സത്യം എന്നും പറഞ്ഞ് നന്ദനയുടെ കഴുത്തിന് കുത്തി പിടിക്കുന്നുണ്ട്. നീയും അവനും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് മുഴുവൻ എനിക്കറിയണം. പറയടി എന്നോട്. പിടിവിട്, ഞാൻ എല്ലാം പറയാം. പറയടി, സത്യം പറ. അവൻ വിളിച്ചിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? അതെ, രാജു വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടല്ല. ദീപക്കിനെ കല്യാണം കഴിച്ച് ഇവിടെ ജീവിക്കാൻ രാജു എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം രഹസ്യമായിട്ട് തുടരാമല്ലോ എന്നും രാജു പറഞ്ഞു. രാജുവിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ദീപുവിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്.
നമ്മൾ തമ്മിൽ യാതൊരുവിധ സെക്ഷൽ റിലേഷൻഷിപ്പും പാടില്ലെന്ന് രാജു എന്നോട് താക്കീത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദീപു, എനിക്കിപ്പോൾ രാജുവിൻ്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. ദീപക്ക് ദേഷ്യം കൊണ്ട് വിറയ്ക്കോ, പറയടി, ബാക്കി കൂടെ പറയടി. അപ്പോൾ എന്തൊക്കെയോ നന്ദന പറയുന്നുണ്ട്. അങ്ങനെ ദീപക്കും നന്ദനയും കൂടെ റൂമിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും പുറത്ത് ആരും അറിഞ്ഞില്ലല്ലോ. എല്ലാവരും സന്തോഷത്തോടെ അവിടെ ഇവിടെയൊക്കെ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അംബികയുടെ ഫോട്ടോസുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് പുറത്തോട്ട് പോയ പ്രതാപൻ അങ്ങോട്ട് വരുന്ന കണ്ടുകൊണ്ട് പാവം നമ്മുടെ വേണുവേട്ടൻ സാറേ എന്ന് വിളിക്കുന്നു. പ്രതാപൻ മൈൻഡ് ചെയ്യാതെ പോയിട്ട്, സാറിന് ഇപ്പോഴും എന്നോടുള്ള പിണക്കം മാറിയില്ലേ? ദേഷ്യത്തോടെ പ്രതാപൻ പറയും, എനിക്കാരോടും പിണക്കവും ഇല്ല ഇണക്കവും ഇല്ല. സാർ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നമ്മൾ തമ്മിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. സാറിന് എന്തൊക്കെയോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്നെയും രാധമ്മയും കണ്ടിട്ട് ഒരക്ഷരം പോലും സാറ് സംസാരിച്ചില്ല. പാവം ഋതിക ഇതൊക്കെ നോക്കി സങ്കടപ്പെടുന്നുണ്ട്. രാജുവും ശേഖരനും യാമിനിയെല്ലാം ഇത് നോക്കി ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുക. പ്രതാപൻ ദേഷ്യത്തോടെ പറയാം, ഞാൻ എന്തിനു സംസാരിക്കണം? നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവരോടങ്ങ് സംസാരിച്ചാൽ മതി. നമ്മളൊക്കെ ആര്? മനുഷ്യത്വം ഇല്ലാത്തവർ, കൊള്ളരുതാത്തവർ, നീചന്മാർ, വൃത്തികെട്ടവന്മാർ. അതൊക്കെ കേട്ടിട്ട് പാവം വേണുവട്ടൻ വീണ്ടും ചോദിക്കുക, സാർ എന്താ ഒരു അകൽച്ചയോടെ സംസാരിക്കുന്നത്? മനസ്സുകൊണ്ട് തന്നെ തളർന്നു പോയടോ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞാണ്ട് പ്രതാപൻ മുകളിലോട്ട് പോകുമ്പോൾ ആ സമയത്ത് അംബികയും മോഹനും ചേർന്ന് പ്ലാൻ ചെയ്ത ആ വീഡിയോ ഓടുവാണ്. വേണുവേട്ടൻ പത്മാവതിയോടൊക്കെ സംസാരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ പത്മാവതിയോടെ ഇനി ഈ വീട്ടിൽ നിന്നും പോകരുത്. അത് കണ്ട് പ്രതാപൻ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുക. ഒന്നും മനസ്സിലാകാത്തതാണ്ട് വേണുവേട്ടനും എല്ലാവരും ആ വീഡിയോ കാണുക. ഇതൊരു ചതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശേഖരൻ എന്താ ഇത് എന്നും പറഞ്ഞ് ഓഫ് ചെയ്യാനായിട്ട് പോകുമ്പോൾ പ്രതാപൻ ദേഷ്യത്തോടെ, ഓഫ് ചെയ്യരുത്. വേണുവേട്ടൻ അങ്ങനെ പറഞ്ഞതനുസരിച്ച് പത്മാവതി പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല വേണുവേട്ട, പ്രതാപേട്ടൻ ഒരിക്കലും രക്ഷപ്പെടില്ല. അദ്ദേഹം അംബികയുടെ പിടിയിൽ കിടന്ന് വട്ടം കറങ്ങുക. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുക. പെട്ടെന്ന് രാധമ്മ ചോദിക്കുന്നു, എന്തിന് മേഡം ഇവിടുന്ന് എന്തിന് പോവുകയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതേ മേഡം, ഇത് മേഡത്തിൻ്റെയും കൂടെ വീടല്ലേ എന്നിങ്ങനെ വേണുവേട്ടനും പറയുക. ഇതെല്ലാം സൂര്യമംഗലത്തെ സ്വത്തുക്കളാ. മഹാദേവ വർമ്മ സാറ് ദാനം കൊടുത്തത്. പിന്നെ കുറച്ചൊക്കെ പ്രതാപ വർമ്മ സാറിൻ്റെ അധ്വാനം. ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യരിൽ ഒന്ന് മഹാദേവ വർമ്മ സാർ, പിന്നെ മറ്റൊന്ന് പ്രതാപ വർമ്മ സാർ. മഹാദേവ വർമ്മ സാർ വലിയ കരുത്തനാ, എന്നാൽ പ്രതാപ വർമ്മ സാർ ശുദ്ധനും. പക്ഷെ എന്ത് ചെയ്യാനാ, അംബികയുടെ കയ്യിലെ കുരങ്ങായി പോയെന്ന് മാത്രം. പത്മാവതിയും വേണുവേട്ടനും രാജുവും ഋതികയും പ്രിയയും രാധമ്മയും എല്ലാവരും ഇങ്ങനെ വിറച്ച് വിഷമിച്ച് നോക്കി നിൽക്കുക. പ്രതാപനാണെങ്കിൽ ദേഷ്യത്തോടെ അതിങ്ങനെ കാണുക. അംബികയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ അവൾ ഉദ്ദേശിച്ച പോലെ നടന്നതോർത്ത് അവളിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക. വീഡിയോ വീണ്ടും ഓടുവാണ്. പത്മാവതി മേഡത്തോണ്ട് എത്ര കാലമായി ഞാൻ പറയുന്നതാ ഇങ്ങോട്ട് തിരിച്ചു വരാൻ. മേഡം വർമ്മ സാറിൻ്റെ ഭാര്യയല്ലേ, ഋതുമോളുടെ അമ്മയും. അതുകൊണ്ട് മേഡം ഇവിടെ തന്നെ താമസിക്കണം. എല്ലാം കൈവിട്ടു പോയി ഭൂമി തലകീഴെ മറിയുന്ന പോലെ താണ്ട പത്മാവതിക്കും ഹൃദയയ്ക്കും ഒക്കെ തോന്നുവാണ്. അംബിക ഇങ്ങനെ ഒരു കൊടും ചതി ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ആ വീഡിയോയിൽ രാധമ്മ പറയും, സത്യം പറഞ്ഞാൽ ഈ വർമ്മ സാർ എന്തൊരു മനുഷ്യനാ, രാഷ്ട്രീയത്തിലൊക്കെ ഇരുന്ന വലിയൊരാളല്ലേ. ഞാൻ പറഞ്ഞില്ലേ രാധമ്മേ, സാറ് വളരെ നല്ലൊരു മനുഷ്യനാ. പക്ഷെ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് സാക്ഷാൽ പ്രതാപ വർമ്മ സാറ്. പ്രതാപൻ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ദേഷ്യത്തിൽ നടന്നങ്ങ് പോവുക. അച്ഛ എന്ന് ഋതിയെ വിളിക്കുന്നുണ്ട്, പ്രതാപ എന്നിങ്ങനെ അംബികയും വിളിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ശ്രദ്ധിക്കാതെ പ്രതാപൻ മുകളിലോട്ട് കയറിയങ്ങ് പോയി. അപ്പോഴും ആ വീഡിയോ ഇങ്ങനെ ഓടുന്നുണ്ട്. ഡാന്നും പറഞ്ഞ് അലറിക്കൊണ്ടേതാണ്ട് ദീപക്ക് വരുന്നുണ്ട് രാജുവിൻ്റെ നേരെ. നിന്നെ ഇന്ന് കൊല്ലുവടാ ഞാനെന്ന് പറഞ്ഞ് ദീപക്ക് രാജുവിനെ ഭിത്തിയോടെ ചേർത്ത് വെച്ച് ഇടിക്കാൻ നോക്കുവാണ്. അപ്പോഴത്തേക്കും ശേഖരനും വേണുവേട്ടനും ഒക്കെ പിടിച്ച് വലിക്കുവാണ്. നിനക്കെൻ്റെ ഭാര്യ വേണം അല്ലേടാ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. വിടറാ അങ്ങോട്ട്, എന്താടാ കാര്യം എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അംബികയും മരുമോളും അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എടാ വിടാനല്ലേ എന്നും പറഞ്ഞ് ദീപക്കിനെ പിടിച്ച് മാറ്റുവാണ്. അംബിക കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ദേഷ്യത്തോടെ തന്നെ, എന്താടാ എടാ കാര്യം എന്താന്ന് പറയടാ. അമ്മേ, ഇവൻ എൻ്റെ ഭാര്യ ബാക്കിയോടെ പറയടാ. ഈ രാജു ഉണ്ടല്ലോ ഇവളുടെ രഹസ്യ കാമുകനാ, എന്താടാ നീ പറയുന്നത് എന്ന് പറഞ്ഞ് രാജു ദേഷ്യപ്പെടുവാണ്. എല്ലാവരും ഇങ്ങനെ ഞെട്ടി വായുമ്പളന്ന് നിൽക്കുക. രാജുവിൻ്റെ രഹസ്യ കാമുകിയാണോ നന്ദന? ഈ രാജു പറഞ്ഞിട്ടാണമ്മേ ഇവളെന്നെ കെട്ടിയത്. രാജു ദേഷ്യത്തോടെ അലറുക. ഇല്ല, ഇത് ചതിയാണ്, ഇതൊക്കെ പച്ച കള്ളമാണ്. രാജുവിൻ്റെ നേരെ അലറുവാണ് അംബിക. നീ മിണ്ടിപ്പോകരുത്. ദീപക്കെ പറയടാ, ബാക്കി സത്യം കൂടെ പറയടാ. ഇവളെന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നോ, ഇവനോടൊപ്പം ജീവിക്കാന്. ദേഷ്യത്തോടെ രാധമ്മ പറയാം, മര്യാദകട് പറയുന്നു, എൻ്റെ മകൻ അത്തരക്കാരനല്ല. എടാ നീ നിന്റെ സ്വഭാവം അവിടെ വിളിച്ച് പറയുന്നത്. യാമിനിയും ദേഷ്യത്തോടെ തന്നെ പറയാം, ഇവനേക്കാളും വൃത്തികെട്ടവളാണ് ഈ പെണ്ണ്. ഇവളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പണ്ട് ഇവള് രാജുവിൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്തപ്പോഴേ അവൻ ഇവളുടെ കരണം നോക്കി ഒന്ന് കൊടുത്തു.
അതിൻ്റെ പ്രതികാരം അവളിവിടെ വീട്ടുന്നത്. വേണ്ടേ ഒരൊറ്റയോർന്നോട് മിണ്ടിപ്പോയേക്കരുത്. ഞാൻ ചോദിക്കട്ടെ ഇവളോട്. ഇവനെ എനിക്കിന്ന് കൊല്ലണം എന്നും പറഞ്ഞ് ദീപക് വീണ്ടും രാജുവിൻ്റെ നേരെ ചാടുക. പെട്ടെന്ന് അംബിക തടഞ്ഞു നിർത്തിയിട്ട് അവിടെ നിൽക്കടാ, അവിടെ ഇവനെ കൊല്ലണോ വേണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. പ്രിയയാണെങ്കിൽ ദേഷ്യം കൊണ്ട് തുള്ളുക. ഹൃദയെ നോക്കി ചോദിക്കുന്നു, നിന്റെ ഭർത്താവിനെ ഈ വൃത്തികെട്ടവൻ തല്ലിയിട്ട് നീ എന്താ നോക്കി നിൽക്കുന്നത്? വരട്ടെ, ഞാൻ പ്രതികരിക്കാം എന്നിങ്ങനെ ഹൃദയം പറയുക. അംബിക നന്ദനെ ദേഷ്യത്തോടെ പിടിച്ച് മാറ്റിയിട്ട്, എടി നീയാ ഇതിനൊക്കെ സത്യം പറയേണ്ടത്. ദീപക് പറഞ്ഞതൊക്കെ സത്യമാണോടി? ഹൃതിക എന്തോ ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. രണ്ടും കൽപ്പിച്ചുള്ള നിപ്പാണ് ഹൃതിക. ഒന്നും മിണ്ടാതെ അഭിനയിച്ച് നിൽക്കുന്ന നന്ദനയുടെ നേരെ ദേഷ്യത്തോടെ അംബിക, എടി നിന്നോടാ ചോദിച്ചത്, ഈ നിൽക്കുന്ന രാജുവും നീയും തമ്മിൽ എന്താ ബന്ധമെന്ന്? ഞാനും രാജുവും തമ്മിൽ ഒത്തിരി വർഷം കൊണ്ട് ഇഷ്ടത്തിലായിരുന്നു. നന്ദനെ അങ്ങനെ പറഞ്ഞത് കേട്ട് വേണുവേട്ടനും രാജു എല്ലാം ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഹൃതിക കൂളായിട്ട് നിൽക്കുക. രാജു പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതും ദീപുവിനെ കല്യാണം കഴിച്ചതും. രാജു കരഞ്ഞുകൊണ്ട് വേണുവേട്ടനോട് പറഞ്ഞു, അച്ഛാ ഇത് നുണയാ, ഇവൾക്ക് വേറെ എന്തോ ഉദ്ദേശമുണ്ട്, ഇത് ചതിയാ, നിങ്ങൾ ആരെയും ഇവള് പറയുന്നത് വിശ്വസിക്കല്ലേ. നിർത്തടാ, മിണ്ടിപ്പോരു നീ, ഇവൾ ബാക്കിയോടെ പറയട്ടെ. അപ്പോൾ വീണ്ടും നന്ദനെ പറയാം, ദീപുവായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് രാജു ഒരു ചതിയനാണെന്ന്. പക്ഷേ എനിക്കിപ്പോൾ ദീപുവിനെയാണ് ഇഷ്ടം. പക്ഷേ രാജു എന്നെ ഇപ്പോഴും ശല്യം ചെയ്യുക. പത്മാവതി ദേഷ്യത്തോടെ, ഇവള് പറയുന്നത് കേട്ടാൽ തന്നെ നിങ്ങൾക്കാർക്കും മനസ്സിലാകില്ലേ ഇവള് പറയുന്നത് മുഴുക്ക കള്ളവാണെന്ന്? ഇവള് കള്ളിയാ. രാധമ്മയ്ക്ക് ഇത് വല്ലതും സഹിക്കുമോ? രാധമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാം, നിങ്ങളെല്ലാവരും ചേർന്ന് എൻ്റെ മകനെ മനഃപൂർവ്വം ചതിക്കുന്നതാ. പ്രിയ യോധിക്കുന്ന ഇവളുടെ കരണം നോക്കി രണ്ട് പൊട്ടിക്കാൻ ഇവിടെ ആരുമില്ലേ? ഞാൻ വേണമെങ്കിൽ ചെയ്യാം, അപ്പോൾ ഇവൾ പറയും സത്യമൊക്കെ. എൻ്റെ ജീവിതം തകർത്ത് ഇവനെ ഞാൻ വെച്ചേക്കില്ല എന്നും പറഞ്ഞ് ദീപക് വീണ്ടും രാജുവിനെ ആക്രമിക്കുവാണ്. വേണുവേട്ടൻ ദേഷ്യത്തോടെ പറയാം, നോക്കി നിൽക്കാതെ ഇവിടെ കർണം നോക്കി പൊട്ടിക്കടാ. അത്രയും പറഞ്ഞതും ദാണ്ട രാജു ഒരൊറ്റടി ദീപക്കിൻ്റെ ചെള്ളക്കി. എന്നിട്ട് പിടിച്ചവനെ ഒരൊറ്റേറ് ദാണ്ട രാജു അംഗം തുടങ്ങിക്കഴിഞ്ഞു. മോനെ തല്ലിക്കൊല്ലുന്ന കണ്ടുണ്ട് അംബിക ഓടിച്ചെന്നിടാ മാറിടാൻ പറഞ്ഞ് രാജുവിൻ്റെ കവിളത്തൊരൊറ്റടി. കവിളത്ത് കയ്യും വെച്ചോണ്ട് രാജു ഇങ്ങനെ അംബികയെ നോക്കുക. നീ എൻ്റെ മകനെ തല്ലുപോടാ എന്നും പറഞ്ഞ് വീണ്ടും അടിക്കാനായിട്ട് കയ്യോങ്ങ്. തൊട്ടുപോകരുത് എൻ്റെ മോനെ എന്നും പറഞ്ഞ് വേണുവേട്ടൻ വന്ന് അംബികയുടെ കൈക്കൊരു പിടി. ഇവനെ തൊട്ടാൽ താൻ എന്നെ എന്ത് ചെയ്യൂടാ? നീ ഇനി എൻ്റെ കുഞ്ഞിനെ തൊട്ടാൽ നിന്നെ ഞാൻ എവിടെയിട്ട് വലിച്ചു കീറും. എന്നിട്ട് നിൻ്റെ മകനെയും തീർക്കും. എന്നിട്ട് ഞാൻ അന്തസ്സായിട്ട് ജയിലിൽ പോവും. മനസ്സിലായോടി? എൻ്റെ കയ്യെന്ന് വിടറോ? എൻ്റെ മകനെ നീ തൊടില്ലെന്ന് ഉറപ്പ് പറഞ്ഞാൽ നിൻ്റെ കയ്യെന്ന് ഞാൻ വിടാം. ഇല്ലെങ്കിൽ അംബികയെ നിനക്ക് ഞാൻ മരണം തരും. എടോ, എൻ്റെ കാലേ കിടക്കുന്ന ചെരുപ്പിൻ്റെ സ്ഥാനമേ ഉള്ളൂ തനിക്കും തൻ്റെ ഈ കുടുംബത്തിനും. വേണുവേട്ടൻ വിട്ടുകൊടുക്കോ. നീ പറഞ്ഞത് തെറ്റിപ്പോയടി. നിന്നേക്കാളും അന്തസ്സുണ്ട് നീൻ്റെ കാലിക്കിടക്കുന്ന ഈ ചെരുപ്പിന്. ഡോ, എൻ്റെ ചേച്ചിയുടെ കയ്യിന്ന് വിടറോ എന്നും പറഞ്ഞ് പ്രതാപൻ അലറിക്കൊണ്ട് വരുന്നുണ്ട്. പ്രതാപനോട് വേണുവേട്ടൻ പറയാം, തൽക്കാലം ഞാൻ ഇവരുടെ കയ്യിന് കൈവിടാം. പക്ഷേ ഇവൾ ഇനി എൻ്റെ മോൻ്റെ നേരെ കൈ പൊക്കിയാൽ ഇവരുടെയും ഇവിടെ മോൻ്റെയും ഒന്നല്ല 2 കൊല ഇവിടെ വീഴും. സാറിനറിയാമല്ലോ ഈ വേണുവിനെ. ആ പഴയ വേണു തന്നെയാണ് ഇപ്പോഴും. പണ്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഗുണ്ടകളെ ഞാൻ തല്ലി ചതച്ചിട്ടുണ്ട്. താനിപ്പോൾ കയ്യെ പിടിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടേതാണ്. അതിന് കൊല്ലാൻ വരുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പിന്നെ ഞാൻ കൈകെട്ടി നിൽക്കണോ? എന്ത് ഉദ്ദേശത്തിലാണെന്നറിയില്ല. പക്ഷെ ഹൃതിയെ ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുവാണ്. എൻ്റെ മോനെ ഇവൾ തല്ലുന്നത് കണ്ടിട്ടാ ഞാൻ ഇവളുടെ കയ്യെ കയറി പിടിച്ചത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ അംബിക എന്നോടും എൻ്റെ കുടുംബത്തോടുമുള്ള ഈ അവഗണന. എൻ്റെ ചേച്ചിയെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ട. എനിക്കറിയാം എൻ്റെ ചേച്ചിയെക്കുറിച്ച് നന്നായിട്ട്. നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല സാറേ നിങ്ങളുടെ പെങ്ങളെ പറ്റി. ഇവളുടെ ശരിയായ മുഖം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തത് സാർ ഒറ്റയൊരുത്തം മാത്രമാണ്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക ഇവള്. അംബിക പെട്ടെന്ന് നിർത്തണോ? ഞാൻ പറയട്ടെ, അണ്ണാക്കിലിട്ട് കോലിട്ട് കുത്തിയാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? സാറിൻ്റെയും ശേഖരൻ സാറിൻ്റെ സഹോദരി എന്ന നിലയിൽ വെച്ചാൽ പലരും ഇവരെ കൊല്ലാതെ വിടുന്നത്. ഇനി നീ ഞങ്ങളോട് കളിച്ചാൽ വിവരം അറിയും അംബിക. അത് കേട്ടിട്ടാ പൊട്ടൻ ദീപക് പറയും, താൻ ആരോടോ ഇങ്ങനെ കിടന്നോ വെല്ലുവിളിക്കാൻ? നിന്റെ അപ്പൻ അറിയില്ലേടാ നിനക്ക്? ഈ നിൽക്കുന്ന അംബിക തല്ലിക്കൊല്ലുക ജീവനോടോ കൊഴിച്ചു മൂടുക ചെയ്ത നിന്റെ അപ്പൻ നിനക്ക് മനസ്സിലായടാ മണ്ണുണ്ണി? പെട്ടെന്ന് പ്രതാപൻ, എടോ സംസാരം നിർത്ത്. ഇല്ല സാറേ, എന്തായാലും സംസാരം തുടങ്ങിപ്പോയില്ലേ, അതുകൊണ്ട് പകുതി വെച്ച് നിർത്തുന്നത് ശരിയല്ല. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും സാറ് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. താണ്ടെ ആ നിൽക്കുന്ന പെണ്ണുണ്ടല്ലോ നന്ദനെ നോക്കിയിട്ട് ഇവള് പച്ചയ്ക്ക് വിളിച്ചു പറയാ ഇവളും രാജുവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. ഒരു പെണ്ണ് പരസ്യമായി വന്നിങ്ങനെ വിളിച്ചു പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും അതിലെന്തോ ചതിയുണ്ടെന്ന്. പണി പാളിയോ എന്നൊരു സംശയത്തിൽ നന്ദനെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. വേണുവേട്ടൻ പറയുക, എൻ്റെ മകൻ രാജുവിനെക്കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന വർമ്മസാറിനാണ്. ഇവൻ അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനല്ലെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഇവളുടെ ആഗ്രഹങ്ങൾക്ക് രാജു അനുകൂലമായി നിന്നിരുന്നെങ്കിൽ ഇവൾ ഈ അപവാദം പറയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അമ്മയും മകനും മരുമകളും ചേർന്ന് പ്ലാൻ ചെയ്ത് നടത്തിയ ചതിയാണെന്ന്. മര്യാദകേട് പറയുന്നോടോ എന്നിങ്ങനെ അംബിക ചോദിച്ചോ. വേണുവേട്ടൻ പിടയ്ക്കാതെ നിൽക്കടി അവിടെ. എനിക്ക് പറയാനുള്ളത് പറയട്ടെ.
പണ്ടേ ഒരു കളങ്കമില്ലാത്ത പത്മാവതി മേഡത്തെ പുറത്താക്കാൻ നിങ്ങൾ നടത്തിയ ഒരു ചതിയില്ലേ, ആ ജഗന്നാഥനെയും ചേർത്ത് ആ ചതിയുടെ മറ്റൊരാവർത്തനമാണ് ഇവനും ഈ പെണ്ണും കൂടെ ചേർന്ന് ഇവിടെ അഭിനയിച്ച് ഫലിപ്പിച്ചത്. അതെന്തിനാണെന്നോ, രാജുവിനെയും ഋതുമോളെയും തമ്മിൽ അകറ്റാൻ. പത്മാവതി മേഡത്തിന്റെ കാര്യത്തിലെ നിങ്ങൾക്ക് വർമ്മസാറിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഇക്കാര്യത്തിൽ എന്ന് പറയുമ്പോൾ പ്രതാപൻ ദേഷ്യത്തോടെ നിർത്തണോ. എൻ്റെ വ്യക്തിപരമായ കാര്യത്തിലും എൻ്റെ കുടുംബപരമായ കാര്യത്തിലും ഇടപെടാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളത്? എൻ്റെ മോൻ്റെ നേരെ അനാവശ്യം പറഞ്ഞതും എൻ്റെ മോൻ്റെ നേരെ വന്നാൽ ഞാൻ കൈകെട്ടി നിൽക്കില്ല. സാറേ, പണ്ട് നമ്മൾ സഹോദരങ്ങളെപ്പോലെ ജീവിച്ചവരാ. ഇപ്പതാണ്ട് ഈ അംബികയായിട്ട് ഈ ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തിയിരിക്കുക. സാറിൻ്റെ വളർച്ച കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവനാ ഈ പാവപ്പെട്ട വേണുവും എൻ്റെ കുടുംബവും. ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് വേണുവേട്ടൻ പറയാ, സാറ് ബിസിനസ്സുകാരനും കാശുകാരനും ആയപ്പോൾ സാറിൻ്റെ കൺവട്ടത്തുനിന്ന് മാറി ഒഴിഞ്ഞു മാറി ജീവിച്ചവരാ ഞങ്ങൾ. എന്നിട്ട് സാറായിട്ട് തന്നെയാണ് രാജുവിനെ കണ്ടെത്തിയത്. അതിനെന്താ, കണ്ടെത്തിയതിനും സ്നേഹിച്ചതിനും ഒക്കെ എനിക്ക് തിരിച്ച് കിട്ടിയല്ലോ. എനിക്ക് ശരിക്കും കിട്ടിയല്ലോ. സാറ് ഞങ്ങൾ എന്ത് ദോഷം ചെയ്തെന്നാണ് സാറ് പറയുന്നത്? ഇത്രയും നേരം ക്ഷമയോടെ കേട്ടു നിന്ന രാധമ്മ വന്നിട്ട് പറയുക, എനിക്കും എൻ്റെ വേണുവേട്ടനും കൂടപ്പറപ്പ് പോലെയായിരുന്നു വർമ്മ സാർ. എൻ്റെ മക്കൾക്ക് സാറ് ദൈവവും, എന്നിട്ടും എൻ്റെ മകനെ നാണം കെടുത്തുന്ന കണ്ടിട്ട് സാറെന്താ കണ്ണടയ്ക്കുന്നത്? പ്രതാപൻ പറയും, എത്രയൊക്കെ ഉപകാരം ചെയ്താലും എത്രയൊക്കെ സ്നേഹിച്ചാലും ചില മനുഷ്യർ അവരുടെ തനി സ്വഭാവമേ കാണിക്കത്തുള്ളൂ. രാധമ്മ വിട്ടുകൊടുക്കുക. സാറാ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ പാവപ്പെട്ടവരും നിങ്ങൾ പണക്കാരുമാണെന്നല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോൾ അംബിക പറയാം, നായി നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുമെന്നാ പ്രതാപൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അട്ടയെ പിടിച്ച് മെത്തേൽ കിടത്തിയാൽ കിടക്കില്ലെന്ന്. ചേച്ചി പറഞ്ഞത് തെറ്റാണ്. ഞാൻ അങ്ങനെ മനുഷ്യരെ കാണാറേ ഇല്ല. ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചാണ് ഞാൻ മനുഷ്യരെ വിലയിരുത്തുന്നത്. സംസ്കാരം ഇല്ലാത്തവരോട് ഞാൻ സംസാരിക്കാറേ ഇല്ല. ദേഷ്യത്തോടെ നമ്മളെ രാധമ്മ പറയും, അങ്ങനെയാണെങ്കിൽ സാർ ആദ്യം പുറത്താക്കേണ്ട സാറിൻ്റെ പെങ്ങളെ തന്നെ. ഇവർക്കാണ് സംസ്കാരം എന്താന്ന് തൊട്ട് തീണ്ടിയിട്ടില്ലാത്തത്. ഈ സ്ത്രീയെ വല്ല പ്രാന്താശുപത്രിയിലും കൊണ്ട് തളയ്ക്കണം. ഇവർക്ക് വട്ട പ്രിയ പറയുക. ഞങ്ങൾ പാവങ്ങളാണെങ്കിലും അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത്. ഈ ചടങ്ങിന് ഇങ്ങോട്ട് വന്നപ്പോഴേ ഞങ്ങൾ കുറച്ച് മധുരപലഹാരങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. ഈ വൃത്തികെട്ട സ്ത്രീയും ഇവളുടെ ഈ പുന്നാര മരുമകളും ചേർന്ന് ചെയ്തതെന്താണെന്ന് അറിയുമോ? ആ പലഹാരങ്ങളെല്ലാം കൊണ്ടുപോയി വേസ്റ്റിൽ തട്ടി. അത് കേട്ടിട്ട് യാമിനി പറ, ഇവരിതും ചെയ്യും ഇതിനപ്പുറം ചെയ്യും. രാധമ്മ പ്രതാപനെ വിടാൻ ഒരു പ്ലാനുമില്ല. സാർ എല്ലാവരോടും പറയുമല്ലോ രാജു സാറിൻ്റെ മാനസപുത്രനാണെന്ന്. എന്നിട്ട് അവൻ്റെ കുടുംബത്തെ ഒന്നടങ്കം അപമാനിച്ചിട്ട് സാറിന് ഒന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാ? നിങ്ങളുടെയൊക്കെ ഉപദേഷ്ടാവ് പത്മാവതി തമ്പുരാട്ടിയല്ലേ. നിങ്ങൾ പോയി അങ്ങോട്ട് ചോദിര്. പ്രിയെ വിടാൻ തീരെ പ്ലാനില്ല. ഇവളീ പലഹാരം പറഞ്ഞപ്പോഴേ ഇവളെ വന്ന് കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ ഒരുങ്ങിയതാ. എൻ്റെ അമ്മ എന്നെ തടഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ എൻ്റെ കൈ നാറുമെങ്കിലും ഇവരുടെ പല്ലടിച്ച് ഞാൻ തെറിപ്പിച്ചേനെ. അംബിക അങ്ങോട്ട് ഓടി വന്നിട്ട്, എടി എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ഭരിക്കുന്നു. എൻ്റെ വീടോ? നിങ്ങളുടെ ഏത് വീട്? രാജു ഓടി വന്നിട്ട്, ചേച്ചി വേണ്ട, ഇവരോടൊന്നും സംസാരിക്കാൻ കൊള്ളില്ല. അംബിക രാജുവിനോട് പറയുക, എടാ അഴിഞ്ഞാടി നടക്കുന്ന എൻ്റെ പെങ്ങളെ വിളിച്ചോണ്ട് പോടാ. രാജുവിൻ്റെ തനി നിറം പുറത്തു വന്ന്, വേണ്ടേ എൻ്റെ ചേച്ചിയെക്കുറിച്ച് അപവാദം പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂടാ? ഒന്നുകൂടെ പറഞ്ഞു നോക്ക്, അപ്പം കാണാം. പ്രതാപൻ ഓടി വന്നു, മാറി നിൽക്കടാ. എടാ എൻ്റെ ചേച്ചിയുടെ മുമ്പിൽ നിന്ന് മാറി നിൽക്കടാ. സാറ് താണ്ട് ഇവരോട് മാറി നിൽക്കാൻ പറ. കിട്ടിയ അവസരം മുതലെടുക്കണമെന്ന് കരുതി പെട്ടെന്ന് ദീപക്ക് വീണ്ടും രാജുവിനെ തല്ലാനായിട്ട് ചെല്ലുക. അപ്പോഴേക്കും വേണുവേട്ടനും മറ്റുള്ളവരും കൂടെ ദീപക്കിനെ പിടിച്ചു മാറ്റാൻ പോകുന്നു. പ്രതാപൻ ഓടി വന്ന് രാജുവിനെ പിടിച്ചിട്ട്, ഡാ നീ എൻ്റെ കുടുംബം ഇല്ലാതാക്കാൻ വന്നതാണോ? പ്രതാപൻ രാജുവിൻ്റെ ഷർട്ടിൻ്റെ കോളറിലാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അറിയാതെ രാജുവിൻ്റെ കൈ പ്രതാപൻ്റെ നെഞ്ചത്തിങ്ങനെ ഇരിക്കുക. അത് കണ്ടോണ്ട് അംബിക, എടാ നീ എൻ്റെ ആങ്ങളുടെ നേരെ കൈവക്കാറായോടാ എന്നും പറഞ്ഞ അവിടെ കാലേ കിടക്കുന്ന ചെരുപ്പെടുത്ത് രാജുവിനെ അടിക്കാൻ ഓങ്ങി നമ്മുടെ പ്രിയ എടീന്നും പറഞ്ഞ് അങ്ങോട്ട് ഓടിച്ചെന്ന് ദീപക്കനെ പിടിച്ചൊരു ഒറ്റയേറ്. ആ ദീപക്കനെ പിടിച്ച് തള്ളുന്ന കൂട്ടത്തിൽ പ്രതാപനാണ് ദൂരെ തെറിച്ച സോഫയിൽ പോയി വീഴുവാണ്. അച്ചാന്നും വിളിച്ചുകൊണ്ട് ഋതിയെ ഓടിച്ചെന്ന് പ്രതാപനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അംബിക രാജുവിനെ ചെരുപ്പ് കൊണ്ട് അടിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് അടിക്കാൻ നോക്കുവാണ്. പ്രിയയും ശേഖരനും വേണുവേട്ടനും എല്ലാം ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് ദീപക് അതിനകത്തോട്ട് കയറി. ആ സമയത്ത് വേണുവേട്ടൻ ദീപക്കനെ പിടിച്ചൊരു ഏറെറിയുന്നുണ്ട്. അംബിക രാജുവിനെ ചെരുപ്പ് കൊണ്ട് അടിക്കാൻ നോക്കുമ്പോൾ രാജു ആ ചെരുപ്പ് വാങ്ങിച്ചൊരൊറ്റ ഏറെറിയുക. പക്ഷെ ആ ചെരുപ്പ് എന്ന് വീഴുന്നത് പ്രതാപൻ്റെ നെഞ്ചത്താണ്. പത്മാവതി പെട്ടെന്ന് വായി കൈവച്ചിങ്ങനെ അയ്യോന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. രാജു ഒരിക്കലും പ്രതാപൻ്റെ ദേഹത്ത് വീഴുമെന്ന് കരുതിയോ പ്രതാപനെയോ അല്ല എറിഞ്ഞത്. പക്ഷെ ആ രംഗം മുതലെടുത്തുകൊണ്ട് പെട്ടെന്ന് അംബിക, അയ്യോ മോനെ പ്രതാപ. എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു രംഗം സങ്കടം ഉണ്ടാക്കുന്ന പ്രതാപൻ്റെ ദേഹത്ത് ചെരുപ്പേറ് വീണ് പെട്ടെന്ന് ഋതികയുടെ ഭാവം അങ്ങ് മാറുന്നുണ്ട് രാജുവിനെ നോക്കി. ഋതിക ദേഷ്യത്തോടെ ഇങ്ങോട്ട് രാജുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് അവൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ച് വലിച്ചിട്ട്, എടാ നീ എൻ്റെ അച്ഛനെ എന്താടാ ചെയ്ത്? അയ്യോ ഋതു മിണ്ടിപ്പോകരുതടാ നീ എൻ്റെ അച്ഛനെ എന്താ ചെയ്ത് എന്നും പറഞ്ഞ് രാജുവിനെ ഇങ്ങനെ പിടിച്ച് വലിക്കുവാണ്. നന്ദനയ്ക്ക് അപ്പോഴാണ് ഒരു സന്തോഷം. അവൾ ഉദ്ദേശിച്ച കാര്യം അവിടെ നടക്കാൻ പോവുകയാണ്. പത്മാവതിയും പറയുന്നു, മോളെ രാജു അറിയാതെയല്ലേ, മിണ്ടരുതാരും. എൻ്റെ അച്ഛനെ തൊട്ടാൽ അമ്മയാണെങ്കിൽ പോലും ഞാൻ ക്ഷമിക്കില്ല. പത്മാവതി അങ്ങ് ഞെട്ടിപ്പോയി. അത് കണ്ടേണ്ട അംബികയ്ക്കും ദീപക്കിനും നന്ദനയ്ക്കും എന്താ ഒരു സന്തോഷം. അവരുടെ എല്ലാവരുടെയും മാസ്റ്റർ പ്ലാൻ അവിടെ സക്സസ് ആകാൻ പോവല്ലേ.
എൻ്റെ അച്ഛനെ ചെരുപ്പിനെറിയാനുള്ള ധൈര്യം നിനക്ക് എവിടുന്ന് വന്ന്? അതമ്മ പറയും. മോളെ, അതവൻ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. ഋതിയുടെ ഭാവം അങ്ങ് മാറി. നിങ്ങളിവൻ്റെ അമ്മയല്ലേ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയൂ. സംഭവം വഷളാവുമെന്ന് മനസ്സിലാക്കി യാമിനി, മോളെ ഋതു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ചെറിയമ്മ ഇതിലിടപെടരുത്. എൻ്റെ അച്ഛനെ ചെരുപ്പിനെറിഞ്ഞവൻ ആരായാലും അവനെ ഞാൻ വെറുതെ വിടില്ല. രാജു കരഞ്ഞോണ്ട് പറയാം. ഋതു, അത് ഒരിക്കലും മനഃപൂർവ്വമല്ല, അറിയാതെ പറ്റിപ്പോയതാ. എല്ലാം നിനക്കറിയാതെയാണല്ലോ പറ്റുന്നത്. കോളേജ് കാലം മുതലുള്ള പ്രേമവും കാമുകയും. ഋതു, നീ എന്തായി പറയുന്നേ? ഇന്നത്തെ ദിവസം ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കി. എന്നിട്ട് എൻ്റെ അച്ഛനെ ചെരുപ്പിനെറിയുകയും ചെയ്തു. നീ പോയി എൻ്റെ അച്ഛനോട് മാപ്പ് ചോദിക്കുക. മാപ്പ് ചോദിക്കാതെ നിന്നെ ഞാൻ വിടില്ല. രാജു ചങ്ക് പൊട്ടി കരഞ്ഞോണ്ടാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ദൈവമാ എൻ്റെ വർമ്മ സാറ്. ഞാൻ വർമ്മ സാറിനോട് തെറ്റ് ചെയ്തിട്ടില്ല, എങ്കിലും ഞാൻ മാപ്പ് ചോദിക്കാം എന്നും പറഞ്ഞ് രാജു പ്രതാപന്റെ അടുത്തോട്ട് എന്നെ കാലിൽ തൊടാൻ പോകുമ്പോൾ പ്രതാപൻ, വേണ്ട, അർത്ഥശൂന്യമായ വാക്കാണ് ഈ സ്നേഹം. എനിക്കെല്ലാം മനസ്സിലായി. അന്നം തന്ന കൈക്ക് തന്നെ കടി കിട്ടിയല്ലോ, സന്തോഷമായി എന്നും പറഞ്ഞ് പ്രതാപൻ പോകാനൊരുങ്ങുമ്പോൾ അംബിക, പ്രതാപ അവിടെ നിൽക്കി, ഇപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാകണം, ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞ് ഋതിയെ പിടിച്ച് വലിച്ചിട്ട്, ഞാനും എൻ്റെ ആങ്ങളെയാണല്ലോ നിങ്ങളുടെ ശത്രുക്കള്, അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇവിടെ ജീവിക്കുന്നില്ല. നിങ്ങൾ കുടുംബസമേതം ഇവിടെ ജീവിച്ചോ. ഞാനും പ്രതാപനും ഇവിടുന്ന് ഇറങ്ങുക. നമുക്ക് പോകാം മോനെ. പ്രതാപൻ അന്നേരം പത്മയെ നോക്കിയിട്ട് പറഞ്ഞതാ. ഈ വൃത്തികെട്ടവൾ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ നമുക്കിവിടുന്ന് പോകാമെന്ന്. ചേച്ചിയുടെ നിർബന്ധത്തിലാണ് ഞാനിവിടെ നിന്നത്. ഇവിടെ ജീവിക്കുന്നത് എന്തായാലും അപമാനമാണ്. നമുക്ക് പോകാം ചേച്ചി. അച്ഛാ പോകരുത് എന്നും പറഞ്ഞ് ഋതിക പ്രതാപനെ പിടിച്ചവിടെ നിർത്തുക. മാറ്, ഇത് നിന്റെ വീടല്ലേ, ഞാനിവിടെ നിന്ന് ശരിയാകില്ല, വാ ചേച്ചി. പെട്ടെന്ന് ഋതിക പ്രതാപന്റെ കാലിൽ വീഴുക. അച്ഛൻ ഇവിടുന്ന് പോകരുതച്ഛാ, അച്ഛൻ ഇവിടുന്ന് പോയാൽ ഞാൻ ചാകുവച്ചാ. അംബിക ചിരിച്ചോണ്ട് മനസ്സിൽ പറയാം. ഇത് നീ പറയുമെന്ന് എനിക്ക് അറിയാടി, അതിനുവേണ്ടിയല്ലേ ഞാൻ ഇങ്ങനൊരു പ്ലാൻ ഒരുക്കിയത്. ഇത് തന്നെയാ അവസരം. അംബിക ഉദ്ദേശിച്ച പ്ലാൻ അവിടെ നടപ്പിലാക്കാൻ പോവാണ്. പെട്ടെന്ന് ഋതികയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട്, ശരി, ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, നീ അതിന് ഉറച്ച ഒരു തീരുമാനം പറയണം. നിനക്ക് നിന്റെ അച്ഛനെ വേണോ അതോ രാജുവിനെ വേണോ? ആ ചോദ്യം കേട്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുക. ഋതികയ്ക്കും എന്ത് പറയണമെന്നറിയാൻ നിൽക്കുക. എന്താടി ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? എൻ്റെ അച്ഛനെ വേണോ അതോ ഭർത്താവിനെ വേണോ എന്ന്. അംബിക എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാക്കി പത്മാവതി അങ്ങോട്ട് വന്നിട്ട് പറയും. അതെന്തൊരു ചോദ്യം? എൻ്റെ മകൾക്ക് അവളുടെ അച്ഛനും വേണം ഭർത്താവും വേണം. എൻ്റെ ചോദ്യം നിന്നോടല്ല, ഇവളോടാണ്. പത്മയ്ക്ക് സ്വത്തുക്കളുണ്ട്, പക്ഷെ ഭർത്താവില്ല. പത്മാവതി വിടുക. എൻ്റെ കാര്യങ്ങളൊക്കെ നീ എന്തിനാടി അന്വേഷിക്കുന്നത്? ചില കാര്യങ്ങളൊക്കെ പറയണം, അതൊക്കെ പ്രതാപൻ അറിയാൻ വേണം. മോനെ പ്രതാപ, നിനക്കറിയാവോ, നീ കാണുന്ന മനക്കല പെണ്ണല്ല സിസ്റ്റർ പവിത്ര. പിന്നെ ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? സിസ്റ്റർ പവിത്ര എന്ന പേരിൽ ഒരു സ്ത്രീ ഇല്ല. അതെ, ദാണ്ട് ഇവളുണ്ടാക്കിയ ഒരു കള്ളപ്പേരാ. നീ രോഗിയായി കിടന്നപ്പോൾ സിസ്റ്റർ പവിത്ര എന്ന പേരിൽ ഇവിടെ കടന്നുകൂടിയതാണ്ട് ഇവളാ, ഈ പത്മ. പിന്നെ ഇവൾ ചെയ്തതെന്താണെന്നറിയാവോ? സംയുക്ത എന്നൊരു സ്ത്രീയെ പവിത്രയായിട്ട് ഇവൾ പരിചയപ്പെടുത്തി. ഇതെന്തൊക്കെ ചതികളാ ചേച്ചി ഞാനീ കേൾക്കുന്നത്? പ്രതാപ മോനെ, നീ ബാക്കിയൂടെ കേക്ക്. ആ സ്ത്രീയെ കൊണ്ട് നിന്നെ പ്രണയിപ്പിക്കാനും കല്യാണം നടത്താനും ഒരു ശ്രമവും നടത്തി. കല്യാണം കഴിപ്പിച്ചിട്ട് ഈ സ്വത്തെല്ലാം അവളുടെ പേരിലോട്ട് ആക്കിയിട്ട് പിന്നെ അതൊക്കെ ഈ പത്മയുടെ പേരിലോട്ട് മാറ്റാനായിരുന്നു ഇവിടെ പ്ലാൻ. എടി, നീ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഈ വീണ്ടും കെട്ടിച്ചമയ്ക്കുന്നത്? പത്മ ചോദിക്കുക. പ്രതാപേട്ട, ഇതെല്ലാം നുണയാ എന്നിങ്ങനെ യാമിനിയും പറയുക. പത്മ ഇതെല്ലാം ചെയ്തത് ഈ രാജുവിൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടോടു കൂടിയാ. ഇതിനൊക്കെ കൂട്ടുനിന്ന രാജുവിൻ്റെ വീട്ടുകാരുവാ. വേണുവേട്ടൻ ചോദിക്കും, എന്തൊക്കെ മര്യാദകട ഈ പെണ്ണുമ്പിളെ വിളിച്ചു പറയുന്നത്? പവിത്രയായി വേഷം മാറി ഇവിടെ വന്ന് നിന്നത് ഇവളല്ലെന്ന് നീ ഒന്ന് ചോദിച്ചു നോക്കടാ പ്രതാപ. പ്രതാപൻ പത്മയോട് ചോദിക്കുന്നു. ചേച്ചി പറഞ്ഞതൊക്കെ സത്യമാണ്. അതെ, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് അങ്ങനെ ഒരു വേഷം കെട്ടേണ്ടി വന്നു. പക്ഷെ ഇവള് പറയുന്ന മറ്റൊരു കാര്യവും സത്യമല്ല. എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നില്ലേ? അച്ഛാ അല്ല, ഇനി ഒരു നിമിഷം കൂടി ഞാനോട് ജീവിക്കില്ല. ചേച്ചി വാ, പെട്ടെന്ന് അമ്പേ. പ്രതാപ അവിടെ നിൽക്കുക. ഋതികെ, രാജുവിനെ ഇനി മരുമകനായി കാണാൻ പ്രതാപൻ തയ്യാറല്ല. അവനുള്ള വീട്ടിലും പ്രതാപൻ താമസിക്കില്ല. അതുകൊണ്ട് നിനക്കിപ്പം തീരുമാനിക്കാം, നിനക്ക് അച്ഛനെ വേണോ അതോ ഭർത്താവിനെ വേണോ എന്ന്. അതിപ്പം പറഞ്ഞോണം. ഋതിയെ ഏങ്ങലടിച്ച് കരയുക. അത് കണ്ടുകൊണ്ട് രാധമ്മ വന്നിട്ട്, മോള് വാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. രാധമ്മേ, എനിക്ക് കുറച്ച് സമയം താ, ഞാൻ സത്യങ്ങളൊക്കെ അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. പ്രതാപൻ പറയാം, അവർക്ക് വേണ്ടി നീ മോശക്കാരിയാകുകയൊന്നും വേണ്ട. നിനക്കെന്താണോ തീരുമാനം അത് പറ. നീ രാജുവിനെ ഒഴിവാക്കിയില്ലെങ്കിൽ നിന്റെ സ്വത്തിൽ രാജുവിനൂടെ അവകാശം വരും. രാജുവിനും കൂടി അവകാശമുള്ള ഈ വീട്ടിൽ പ്രതാപൻ താമസിക്കില്ല. ചേച്ചി, നമുക്ക് പോകാന്നല്ലേ പറഞ്ഞ്. ഇവളോടൊക്കെ എന്തിനാ ചേച്ചി കെഞ്ചുന്നത്? അച്ഛ, ഞാൻ പറയാം, ഒന്ന് നിക്കച്ച. അംബിക എന്തൊക്കെയോ ദുരുദ്ദേശത്തോടുകൂടി നിൽക്കുക. ഒറ്റ ഒരു വാക്ക് മതി. നിനക്ക് നിന്റെ അച്ഛനെ വഞ്ചിച്ചവരെ വേണോ അതോ നിനക്ക് നിന്റെ അച്ഛനെ വേണോ? എന്താടി നിനക്ക് പറയാൻ ഇത്ര താമസം എന്നിങ്ങനെ പ്രതാപൻ ചോദിക്കുക. ഋതിക മനസ്സിൽ പറയാം, എൻ്റെ അച്ഛനെ ഇവരോടൊപ്പം വിട്ട എൻ്റെ അച്ഛനെ ഇവർ കൊല്ലും. അതുകൊണ്ട് പറയാം, അച്ഛാ എനിക്ക് എൻ്റെ അച്ഛനെ മതി. അത് കേട്ട് രാജുവിൻ്റെ ഹൃദയം പൊട്ടി ആ ചുടു കണ്ണുനീരിങ്ങനെ ഒഴുകുവാണ് കണ്ണിക്കൂടെ. ഋതിക പറഞ്ഞ ആ വാക്ക് കേട്ട് എല്ലാവരും അന്തം വിട്ട് വിശ്വസിക്കാനാകാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക.
അംബിക അടുത്തടവെടുക്കുവാണ്. ഇനി നീയും രാജുവായിട്ടോ അവൻ്റെ കുടുംബമായിട്ടോ ഒരു ബന്ധവും ഇല്ലെന്ന് പ്രതാപൻ്റെ മേലിൽ നീ സത്യം ചെയ്യണം. സത്യം ചെയ്യടി. നാഴികയ്ക്ക് 40 വട്ടം അച്ഛനെന്ന് പറയുന്ന പോലൊന്നും എളുപ്പമല്ലത്. ഭർത്താവ് എത്ര മോശക്കാരനാണെങ്കിലും നീ അതൊക്കെ മറന്ന് പിന്നീട് അവനോടൊപ്പം പോവും. അതുകൊണ്ട് പ്രതാപൻ്റെ പേരിൽ നീ സത്യം ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോവും. ചേച്ചി വാ നമുക്ക് പോകാം എന്നിങ്ങനെ പ്രതാപൻ പറയുമ്പോൾ അച്ഛാന്നും പറഞ്ഞ് ഹൃദയ പ്രതാപൻ്റെ 2 കൈക്കും അങ്ങ് പിടിക്കുക. എൻ്റെ അച്ഛനാണ് സത്യം, എനിക്ക് എൻ്റെ അച്ഛൻ മാത്രം മതി, രാജുവിനെ എനിക്ക് വേണ്ട. രാജുവിൻ്റെ ശവക്കല്ലറയുടെ മുകളിൽ നിന്ന് പറയുന്ന പോലാണ് പറയുന്നു. ഹൃതിക അങ്ങനെ പറഞ്ഞത് കേട്ട നന്ദനയുടെ ഒരു സന്തോഷം അംബികയ്ക്കും ദീപക്കിനും സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. ബാക്കി എല്ലാവരും കരയുവാണ്. ഹൃതിക കരഞ്ഞോണ്ട് ഓടി മുകളിലോട്ടങ്ങ് കയറിപ്പ്. അംബിക ഉടനെ പറയും, എടാ ദീപക്കെ, കണ്ട അലബലാദികളെയും പിച്ചക്കാരെയൊക്കെ പിടിച്ച് വെളിയിലിറക്കടാ. അധികാരവും ചെങ്കോലും കിട്ടിയതുപോലെ പെട്ടെന്ന് ദീപക് ഇറങ്ങിറങ്ങ്, എല്ലാവരും പുറത്തിറങ്ങ്, രാജുവിനെ പിടിച്ചൊരു ഒറ്റയേറ് ഇറങ്ങി പോടാ വെളിയിൽ. രാജു അങ്ങ് വീണു. അയ്യോ മോനേന്നും പറഞ്ഞ് വേണുവേട്ടനും രാധമ്മയും ചെന്ന് രാജുവിനെ ഇങ്ങനെ പിടിച്ചു പൊക്കുവാണ്. പ്രതാപനെ നോക്കി വേണുവേട്ടൻ പറയുന്നു, ക്ഷണിച്ചു വരുത്തി അടിച്ച് പുറത്താക്കണ്ട, ഞങ്ങൾ തന്നെ അങ്ങ് പൊയ്ക്കോളാം. വേണുവേട്ടനൊന്ന് പറയുന്നുണ്ട്, മഹാനായ പ്രതാപവർമ്മ സാറേ, നിങ്ങൾ ഈ ഒരു പെങ്ങൾക്ക് വേണ്ടി ഇത്രയ്ക്ക് അല്പനാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഇത് ചേർന്ന് നിൽക്കുന്ന സൂര്യൻ ഈ പകൽ വെളിച്ചമാണ് സത്യം. കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോയിട്ടില്ല. നിങ്ങൾ കരുതിയിരുന്നോ? രാധമ്മ പറ, എൻ്റെ മോൻ്റെ കണ്ണുനീർ ഈ വീട്ടിൽ വീഴാൻ പാടില്ല. കരഞ്ഞുകൊണ്ട് പെറ്റമ്മ പറയുക, നിങ്ങളെല്ലാവരും ദഹിച്ചു പോവും. പിന്നെ ദഹിക്കുന്നു പോ മണ്ണാങ്കട്ട എന്നും പറഞ്ഞുള്ള ഭാവത്തിൽ നന്ദന ഇങ്ങനെ നിന്ന് നെകളിക്കുവാണ്. മോൻ വാ, ഇനി ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞ് വേണുവേട്ടനും രാധമ്മയും പ്രിയയും രാജു എല്ലാവരും അങ്ങനെ പോവുക. അത് നോക്കി സന്തോഷത്തോടെ നോക്കി നിൽക്കുവാണ് നന്ദനയും ദീപക്കും അംബികയും. നിറകണ്ണുകളോടെ ശേഖരനും യാമിനിയും പത്മയും ഇങ്ങനെ നോക്കി നിൽക്കുക. പത്മ അകത്തോട്ട് പോകാൻ പോകുമ്പോൾ പ്രതാപൻ, നീ അവിടെ നിന്ന് പത്മാവതി ദേഷ്യത്തോടെ, എനിക്ക് ഒരു അവകാശം വേണ്ട, അതെല്ലാം കൂടി നിങ്ങൾ നിങ്ങളുടെ പെങ്ങൾക്ക് കൊടുത്തേരെ, അവക്കല്ലേ ആർത്തി, നീ പോകാൻ വരട്ടെ, നിന്റെ വിചാരണ ഇനി ഞാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അംബിക പെട്ടെന്നൊന്ന് ഞെട്ടുന്നുണ്ട്. ഇനി എന്താണ് ഇവൻ്റെ വിചാരണ? ഇനി സത്യം വല്ലതും പുറത്തു വരുമോ? അപ്പോൾ ഫ്രണ്ട്സ്, ആരും ഇതുവരെയും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ഇവിടെ അരങ്ങേറിയത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം ഒരുക്കിയ അംബികയ്ക്കും മോനും നന്ദനയ്ക്കും എന്തായിരിക്കും ഇനി ദൈവം കൊടുക്കുന്ന ശിക്ഷയോ അതോ പ്രതാപൻ കൊടുക്കുന്ന ശിക്ഷയോ? ഒരു തെറ്റും ചെയ്യാത്ത രാജുവിനെയും കുടുംബത്തെയും ഒരു ദയാദാക്ഷിണ്യമില്ലാതെ ഇറക്കിവിടാൻ ഈ പ്രതാപൻ എങ്ങനെ കഴിഞ്ഞു? അച്ഛനെയും അമ്മയും ഒന്നിപ്പിക്കണമെന്നുള്ള ആഗ്രഹം ഹൃതികയുടേത് കൊള്ളാം. പക്ഷേ താലികെട്ടിയ ഭർത്താവിനെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ആക്ഷേപിച്ച് അവനെ ഇറക്കി വിടാനും അവനെ വേണ്ടാന്ന് സത്യം ചെയ്യാനും ചെയ്ത ഹൃതികയുടെ അഹങ്കാരത്തിന് എനിക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. ഹൃതികയുടെ ഈ അഹങ്കാരത്തിനുള്ള തിരിച്ചടി എന്തായിരിക്കും എന്നൊക്കെ ഇനി നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.